Blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങളിൽ അഭിമാനിക്കാൻ സാധിക്കും. കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചേരുമ്പോൾ കർത്താവാണ്, യേശുവാണ് ഇത്രയധികം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഈ ഒരു പ്രോഗ്രാമിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു അനുഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ദയവായി അത് വിളിച്ച് അറിയിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുമ്പോൾ, ഇതിലൂടെ അനേകർക്ക് നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ചില സാമ്പത്തിക സഹാരികളാണ്. ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക സഹാരികൾ ആരൊക്കെയാണ് എന്ന് നമുക്കറിയണ്ടേ? ഇന്ന് നമുക്ക് 2 പേരാണ് ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക സഹാരികൾ എന്നുള്ളത്. ഒന്ന് കാക്കനാട് നിന്ന് ടാലു തോമസ്. നമ്മൾ അവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ബിസിനസ് കോൺട്രാക്ട്സ് കർത്താവെ എത്രയും പെട്ടെന്ന് ലഭിക്കുവാനായിട്ട്, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ടാർഗറ്റുകൾ എല്ലാം കർത്താവെ അത് അസൈൻ ചെയ്തിട്ടുള്ള ഏറ്റവും ശരിയായ സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിലൊരു നല്ല വളർച്ചയുണ്ടാകട്ടെ കർത്താവെ. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ PR ലഭിക്കട്ടെ കർത്താവെ. എത്രയും പെട്ടെന്ന് കുടുംബമായി അങ്ങോട്ട് മാറുവാനുള്ള വഴികളെ അങ്ങ് തുറന്നതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. തീർന്നില്ല. അടുത്തൊരു വ്യക്തി എന്നുള്ളത് സൗദി അറേബ്യയിൽ നിന്ന് നീതു ജോൺ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ നീതു ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വന്തമായ ഒരു ഭവനം അവർക്കുണ്ടാകുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. കർത്താവ് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൈഫ് പാർട്ട്ണറെ കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ടാലു തോമസിനോടും അതുപോലെ നീതു ജോണിനോടുമുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിംഗ് ടുഡേയുടെ പേര് ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പത്തനംതിട്ട മാർച്ച് 24 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. റോയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം, TB റോഡ്, പത്തനംതിട്ട. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെയ്യാറ്റിൻകര മാർച്ച് 25 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ശ്രീരാഗം ഓഡിറ്റോറിയം, കരിനട, വ്ളാങ്ങാമുറി ജംഗ്ഷൻ, പൂവാർ റോഡ്, നെയ്യാറ്റിൻകര. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു തൃശൂർ ഡെലിവറൻസ് ക്ലിനിക് 2017. മാർച്ച് 21-22. സമയം രാവിലെ 10 മുതൽ 4:30 വരെ. ടൗൺ ഹാൾ, പാലസ് റോഡ്, തൃശൂർ. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ടീമും ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനായി വിളിക്കുക Jesus said, if this coin denarius has the image of Caesar, give to Caesar that which carries his image. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, നോക്കൂ, ഈ വെള്ളിക്കാശിന്റെ സ്വരൂപം കൈസരുടേതായിരിക്കുന്നത് കൊണ്ട് അത് കൈസർക്ക് കൊടുപ്പേൻ. And that which carries the image of God, give back to God. കൈസരുടെ സ്വരൂപം വഹിച്ചിട്ടുള്ളത് കൈസർക്ക് കൊടുക്കുക, എന്നാൽ ദൈവത്തിന്റെ സ്വരൂപം വഹിച്ചതിനെ ദൈവത്തിനു വേണ്ടി കൊടുക്കുക. വലതുകരം ഉയർത്തിപ്പിടിക്കാമോ? ഉയർത്താവുന്നിടത്തോളം നേരെ ഉയർത്തിപ്പിടിക്കാമോ? ഉച്ചത്തിൽ പറയുക, കൈസരുടെ സ്വരൂപമുള്ളത് കൈസരുടെ സ്വരൂപമുള്ളത് കൈസർക്ക് കൊടുക്കുക. കൈസർക്ക് കൊടുക്കുക. ദൈവത്തിന്റെ സ്വരൂപമുള്ളത് ദൈവത്തിന്റെ സ്വരൂപമുള്ളത് ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിന് കൊടുക്കുക. So in those days there were coins with
Caesar's image. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നാണയത്തിൽ കൈസരുടെ സ്വരൂപമുണ്ടായിരുന്നു. But what had the image of God? എന്നാൽ ദൈവത്തിന്റെ സ്വരൂപം എന്തിനായിരുന്നു? Were the coins with God's image? അത് ദൈവത്തിന്റെ സ്വരൂപത്തിന്റെ നാണയം അവർക്കുണ്ടായിരുന്നു. So how could they give that which had the image of God? എങ്ങനെയാണ് ദൈവത്തിന്റെ സ്വരൂപം ഇതിൽ പതിപ്പിക്കുവാനായി സാധിക്കുന്നത്? So question is this, what bears the image of God? ചോദ്യം ഇതാണ്, എന്താണ് ദൈവത്തിന്റെ സ്വരൂപം വഹിക്കുന്നത്? Give me an answer. നിങ്ങൾ അതിന്റെ ഉത്തരം എനിക്ക് തരാമോ? Give me an answer. അതിനോട് ഉത്തരം തരാമോ? ഉറക്കെ പറയാമോ? What bears? See, the Roman coins had the image of Caesar, but what has the image of God? ഓർക്കുക, റോമൻ നാണയത്തിൽ ഇവിടെ കൈസരുടെ സ്വരൂപമാണുള്ളത്. ദൈവത്തിന്റെ സ്വരൂപമുള്ളത് എന്തിനാണ്? Man has the image of God. ഓർക്കുക, മനുഷ്യനിലാണ് ദൈവത്തിന്റെ സ്വരൂപമുള്ളത്. So give to God that has the image of God. അതുകൊണ്ട് ദൈവത്തിന് ഉള്ളത് ആ ദൈവത്തിന്റെ സ്വരൂപമായത് അവന് കൊടുപ്പീൻ. Hallelujah. Hallelujah. I told you in those days, kings and emperors wanted to saturate the country everywhere with their images. ഞാൻ പറഞ്ഞല്ലോ, ആ കാലഘട്ടത്തിലുള്ള ചക്രവർത്തിമാർ, അന്നത്തെ രാജാക്കന്മാർ രാജ്യമെമ്പാടും അവരുടെ സ്വരൂപങ്ങൾ അവർ പതിപ്പിക്കുന്നു. But remember, God is the ultimate ruler. എന്നാൽ ഓർക്കുക, ദൈവമാണ് യഥാർത്ഥത്തിലുള്ള വലിയ God is the രാജാവ്. King of kings and Lord of lords. അവനാണ് രാജാതി രാജാവും കർത്താതി കർത്താവും. If human kings were filling their place, saturating the country with their images, God wanted to saturate his kingdom with his images. ഓർക്കുക, ഒരു മനുഷ്യ രാജാവായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ ഭരിക്കുന്ന നാട്ടിലെങ്ങും അവന്റെ സ്വരൂപം പതിപ്പിക്കുവാൻ അവൻ അതിനുള്ള അധികാരം എടുക്കുന്നുണ്ടെങ്കിൽ, സ്വർഗസ്ഥരെ ദൈവം എത്രത്തോളം തന്റെ സ്വരൂപത്തെ ഭൂമിയിലെങ്ങും പതിപ്പിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. Hallelujah. Hallelujah. The human kings made their images on rocks and on statues and on coins, but God decided to fill this earth with his image, carrying men and women. ഓർക്കുക, ഈ ലോകത്തിലെ മനുഷ്യ രാജാക്കന്മാർ അവരുടെ സ്വരൂപം അത് ഏതെങ്കിലും ഒരു കല്ലിലോ ഒരു ബിംബത്തിലോ ഒരു നാണയത്തിലോ കൊത്തിവെക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം തൻ്റെ സ്വരൂപം അവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലോ വസ്തുക്കളിലോ കൊത്തിവെക്കാൻ അല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് അവൻ അത് സ്ത്രീകളിലും പുരുഷന്മാരിലും മനുഷ്യരിൽ അത് കൊത്തിവെക്കാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. There is no coin in the world having the image of God. ദൈവത്തിന്റെ സ്വരൂപമുള്ള ഒരു നാണയം പോലും ഈ ലോകത്തിൽ കാണാനില്ല. But you and me, we are the coins created by God, carrying his image and likeness. എന്നാൽ ഓർക്കുക, ഞാനും നിങ്ങളുമാണ് അവന്റെ സ്വരൂപത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ നാണയങ്ങൾ എന്നുള്ളത്. Our ownership is up there in heaven. നമ്മുടെ ഉടമസ്ഥാവകാശം എന്നുള്ള അങ്ങ് ദൂരെ മുകളിൽ സ്വർഗത്തിലാണ്. So Jesus is saying, if you are bearing the image of God, you belong not to man, but you belong to heaven. യേശു കർത്താവ് പറയുന്ന നോക്കിക്കേ, നിങ്ങൾ ദൈവത്തിന്റെ സ്വരൂപം വഹിക്കുന്ന നാണയങ്ങളാണെങ്കിൽ നിങ്ങൾ പിന്നെ മനുഷ്യർക്ക് അവകാശപ്പെട്ടതല്ല, നിങ്ങൾ സ്വർഗീയ ഗവൺമെന്റിന് അവകാശപ്പെട്ടവരാണ്. Hallelujah. Hallelujah. So is there any coin sitting here walking around without committing your life to Jesus? You have to do it right away because you belong to God. ഓർക്കുക, ഇന്ന് ഇവിടെ ദൈവത്തിനു വേണ്ടി ഒന്നും ചെയ്യാതെ, കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കാതെ, ജീവിതത്തെ സമർപ്പിക്കാതെ ഏതെങ്കിലും നാണയങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ മേൽ ദൈവത്തിന്റെ മുദ്ര പതിപ്പിച്ചിട്ടുള്ളത് കൊണ്ട്, ദൈവത്തിന്റെ സ്വരൂപം നീ ആയതുകൊണ്ട് ഇന്ന് തന്നെ ദൈവത്തിനു വേണ്ടി നീയാകുന്ന നാണയത്തെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. Give to Caesar that belongs to Caesar, give to God that belong to God. ഓർക്കുക, കൈസറിനുള്ളത് കൈസറിന് കൊടുക്കട്ടെ, എന്നാൽ ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ വിട്ടുകൊടുക്കുക. ഈ വർഷം ആദ്യം മുതൽ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാകാൻ അവസരം നൽകിക്കൊണ്ട് ഒരു അനൗൺസ്മെൻറ്റ് നൽകിയിരുന്നു. അതിന് പ്രകാരം ഒത്തിരി പേർ ബ്ലെസ്സിംഗ് ടുഡേയോട് ചേർന്ന് പാർട്ട്നേഴ്സാകാൻ തീരുമാനിച്ചു. അവരുടെ വിലപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ആ ഇരുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക, സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ബ്ലെസ്സിംഗ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളായി തീർന്ന എല്ലാവർക്കു വേണ്ടിയും
ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിൽ എഴുതപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഓരോന്നും കർത്താവ് കൈകാര്യം ചെയ്ത് വലിയ വിടുതലും അനുഗ്രഹവും കർത്താവ് നീ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികൾ സൗഖ്യമാകട്ടെ, മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകട്ടെ, വിവാഹങ്ങൾ നടക്കേണ്ടവർക്ക് നടക്കട്ടെ, ജോലി ലഭിക്കേണ്ടവർക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നതിൽ തൻ്റെ കർത്താവെ, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ജയം കർത്താവ് കൊടുക്കണമേ, പഠിക്കുവാനുള്ള കൃപ കൊടുക്കണമേ, ഉയർച്ച കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ, ജോലിയിലും ബിസിനസ്സിലും ഐശ്വര്യം ഉണ്ടാകട്ടെ, ശുശ്രൂഷകരായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശുശ്രൂഷയിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെന്തെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടോ അതിലെല്ലാം കർത്താവെ, അങ്ങ് അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇതുവരെ ബ്ലെസ്സിങ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളായ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇതുവരെ പങ്കാളികളായിട്ടില്ലാത്തവർ, നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് സ്ക്രീനിലെ നമ്പറിൽ ഒരു മിസ്ഡ് കോൾ നൽകുക. ഇവിടെ നിന്നും ശുശ്രൂഷകർ നിങ്ങളെ വിളിച്ച് അതിനുള്ള വിശദാംശങ്ങൾ നൽകുന്നതായിരിക്കും. God bless you. Take careful heed to yourselves, for you saw no form when the Lord spoke to you at Horeb out of the midst of the fire. നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ. യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത ദിവസത്തിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. This is the time of Moses and people. ഇത് മോശയുടെയും ജനങ്ങളുടെയും സമയമാണ്. Nearly 3 million people were at the foothill. Moses climbed up to meet with the Lord. He was there 40 days and 40 nights fasting, and finally God came down to give the 10 commandments. ഇവിടെ 3 ദശലക്ഷത്തോളം ആളുകൾ മോശയുടെ കൂടെ നിൽക്കുകയാണ്. ഇവിടെ 40 ദിവസത്തെ രാവും പകലും ഉപവാസത്തിന് വേണ്ടി മോശ മലമുകളിലേക്ക് കയറി. ഉപവാസത്തിന്റെ ആ ഒരു സമയമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. And one day, as people were waiting at the foothill in the valley, God came down, and there was pitch darkness, fire, lightning, thunder. ഒരു ദിവസം ജനം മുഴുവൻ ആ മലയുടെ അടിവാരത്ത് കാത്തിരിക്കുന്ന സമയത്ത് ദൈവം ഇറങ്ങി വന്നു. കൂരിരുട്ടും മഹാമാരിയും കൊണ്ട് ദൈവം തമ്പുരാൻ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു. And as people were seeing, looking up, they did not see any form. അവർ അവിടെ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ അവന്റെ ഒരു രൂപവും അവർ അവിടെ കണ്ടില്ല. So Moses is reminding people that day when God came down, and you saw the scene, the supernatural things, the scenes there, but you never saw any form of God. ഇപ്പോൾ മോശെ ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്, അന്ന് ദൈവം നമ്മുടെ മധ്യേ ഇറങ്ങി വന്ന സമയത്ത് അമാനുഷികമായ പല കാര്യങ്ങളും നിങ്ങൾ കണ്ടുവെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ രൂപത്തെ അന്ന് കണ്ടില്ലല്ലോ. So when people read this verse, they think that God has no form. ഒരു രൂപമില്ലെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു. That is wrong. അത് തെറ്റായ കാര്യമാണ്. This verse says that they did not see a form of God. That does not means that God has no form. God has a form, but that day they did not see the form. അവർ ഒരു രൂപം കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് ദൈവത്തിന് രൂപമില്ല എന്നുള്ളതല്ല ശരിയായിട്ടുള്ള കാര്യം. സത്യത്തിൽ ദൈവത്തിനൊരു രൂപമുണ്ട്. But they did not see the form. എന്നാൽ അവർ ആ രൂപത്തെ കണ്ടില്ലെന്ന് They were not allowed to see the form. അവർ ആ രൂപം കാണുവാൻ അനുവദിക്കപ്പെട്ടിരുന്നില്ല. Hallelujah. ഹല്ലേലൂയ. Now coming to John chapter 4 and verse number 24. ഇനി യോഹന്നന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വചനത്തിൽ വരുമ്പോൾ Jesus is revealing the form of God. ഇവിടെ ദൈവത്തിന്റെ രൂപത്തെ യേശു കർത്താവ് വെളിപ്പെടുത്തുകയാണ്. Jesus says God is spirit. അവിടെ യേശു കർത്താവ് പറയുന്നു ദൈവം ആത്മാവാകുന്നു. In other words, God is in the spirit form. മറ്റൊരു തരത്തിൽ പറഞ്ഞ ദൈവം ആത്മാവിന്റെ രൂപത്തിലാണ്. Hallelujah. ഹല്ലേലൂയ. Man has a human form, but God has a divine form, a spiritual form. ഓർക്കുക, മനുഷ്യനെ സംബന്ധിച്ച് ഒരു മനുഷ്യ രൂപമാണ് ഉള്ളതെങ്കിൽ ദൈവത്തിന് ദൈവികമായ രൂപമാണുള്ളത്. Hallelujah. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞ മനുഷ്യരൂപമുണ്ട്, മനുഷ്യരൂപമുണ്ട്, ദൈവരൂപമുണ്ട്. ദൈവരൂപം. ഉറക്കെ ചേർന്ന് പറഞ്ഞേ, യേശു ദൈവരൂപത്തിലായിരിക്കെ ദൈവത്തോടുള്ള സമത്വം രൂപം മുറുകെ പിടിക്കാതെ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരൂപത്തിലായി. That means there is human form and divine form, God's form. ഓർക്കുക, അതിന്റെ അർത്ഥം ഇതാണ്, മനുഷ്യരൂപവുമുണ്ട് ദൈവികമായ ദൈവത്തിന്റെ രൂപവുമുണ്ടെന്ന്.
God has a form, God has an image. ഓർക്കുക, ദൈവത്തിന് ഒരു രൂപമുണ്ട്, ദൈവത്തിന് ഒരു രൂപഘടനയുണ്ട്. If you go through the entire scriptures, ഈ ബൈബിൾ വചനങ്ങളിലൂടെ മുഴുവൻ നാം യാത്ര ചെയ്താൽ the Bible makes it very clear that God has eyes. ഓർക്കുക, ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു ദൈവത്തിന് കണ്ണുകളുണ്ട്. The Bible clearly says that God can smell. That means he has nose. ദൈവത്തിന് മണക്കുവാൻ സാധിക്കും, ഗന്ധം അനുഭവിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം ദൈവത്തിന് എന്തുണ്ട്? മൂക്കുണ്ടെന്നാണ് അർത്ഥം. Hallelujah. Hallelujah. The Bible clearly says that God has mouth. He opened his mouth and he spoke. വചനം വ്യക്തമായി പറയുന്നു ദൈവം വായി തുറന്ന് സംസാരിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ദൈവത്തിന് വായുണ്ടെന്നാണ്. He has lips. അവന് ചുണ്ടുകളുണ്ട്. The Bible says that God heard their prayers. That means he has ears. ദൈവം അവരുടെ പ്രാർത്ഥനകൾ ചെവിക്കൊണ്ടു കേട്ടു എന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന് ചെവികളുണ്ടെന്നാണ്. Hallelujah. Hallelujah. The Bible clearly says that he stretched out his hands and healed them. That means he has hands. ബൈബിൾ വ്യക്തമായി പറയുന്നു അവൻ കരം നീട്ടി അവരെ തൊട്ട് സൗഖ്യമാക്കി എന്ന് പറയുമ്പോൾ ദൈവത്തിന് കൈകളുണ്ടെന്നാണ് അർത്ഥം. The Bible says that God has heart. ദൈവത്തിന് ഹൃദയമുണ്ടെന്ന് ബൈബിൾ പറയുന്നു. The Bible says that God has spirit. ദൈവത്തിന് ആത്മാവുണ്ടെന്ന് ബൈബിൾ പറയുന്നു. One day Moses wanted to see God, Elijah wanted to see God, but God allowed them to see only the backside of God. ഒരിക്കൽ മോശെ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചു, ഏലിയാവ് ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ചു. അപ്പോഴേക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി തന്റെ പുറം ഭാഗം മാത്രം കാണിച്ചുകൊണ്ടായിരുന്നു. That means God has back, that means God has front. ഒരു ദൈവത്തിന്, നമ്മുടെ ദൈവത്തിന് പുറം ഭാഗമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ദൈവത്തിന് മുൻഭാഗവും ഉണ്ടെന്നാണ്. The Bible says the whole earth is the footstool of God. ബൈബിൾ പറയുന്നു ഈ ഭൂമി മുഴുവൻ അവന്റെ പാദപീഠമാണെന്ന്. That means God has legs and feet. അതിന്റെ അർത്ഥം ഇതാണ്, അവന് കാലുകളുണ്ട്, അവന് കാൽവിരലുകളുണ്ട്. I have news for you. God has a body, God has a form, he has an image. ഞാനൊരു സദ്വർത്തമാനം പറയട്ടെ, ദൈവത്തിനൊരു രൂപമുണ്ട്, ദൈവത്തിനൊരു സ്വരൂപമുണ്ട്. Many people believe that God is only a power, but he is not just a power, he is a person. ഓർക്കുക, ഒത്തിരി ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി മാത്രം, ഒരു പരാശക്തി മാത്രമാണെന്ന്. അല്ല, ദൈവം ആത്മാവാണ്, ദൈവത്തിനൊരു സ്വരൂപമുണ്ട്. Hallelujah. Hallelujah. So that's why the Bible says in the Garden of Eden, God created man in his image. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഏദൻ തോട്ടത്തിൽ ദൈവം ആദ്യത്തെ മനുഷ്യനുണ്ടാക്കിയപ്പോൾ അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവൻ God മനുഷ്യനെ. has no form, how can he create a man in his form or in his image? ദൈവത്തിനൊരു രൂപമില്ലായിരുന്നെങ്കിൽ എങ്ങനെ തന്റെ രൂപത്തിൽ അവന് മനുഷ്യനെ സൃഷ്ടിക്കാൻ സാധിക്കും? Are you with me? നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? Are you getting something? എന്തെങ്കിലുമൊക്കെ പിടികിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ. The Bible says God wears clothes. ബൈബിൾ പറയുന്നു ദൈവം വസ്ത്രത്തെ ധരിക്കുന്നു. The Bible speaks about God eating. ബൈബിൾ പറയുന്നു ദൈവം ഭക്ഷണം കഴിക്കുന്നു. The Bible speaks about God resting. ദൈവം വിശ്രമിക്കുന്നതായി ബൈബിൾ പഠിപ്പിക്കുന്നു. The Bible speaks about God walking. ദൈവം നടക്കുന്നതായി ബൈബിളിൽ കാണുന്നു. Sometimes he feel angry, sometimes God feels sad, sometimes God is overjoyed with us. So all these expressions are revealed in the Bible. ചില സമയത്ത് അവൻ ദേഷ്യപ്പെടുന്നു, ചില സമയത്ത് അവൻ ദുഃഖിക്കുന്നു, ചില സമയത്ത് അവൻ നമ്മോടൊപ്പം സന്തോഷിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അവന്റെ ഫീലിങ്സ്, അവന്റെ വികാരങ്ങളൊക്കെ തന്നെ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. God is a person. ഓർക്കുക, ദൈവം ഒരു വ്യക്തിയാണ്. വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സാക്ഷ്യമാണ്. താനൊന്ന് എന്താണെന്ന് തനിക്കറിയില്ല. താൻ ഒരു പ്രാവശ്യം താൻ വീഴുവാനിടയായി. വീണത് മൂലം തൻ്റെ കൈകാലുകളെല്ലാം കോച്ചിയിരിക്കുന്ന രീതിയിലായിരുന്നു. നിവരത്തില്ല. കാലുകളെല്ലാം വളഞ്ഞ് നടക്കാനെല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു വീഴ്ചയ്ക്ക് ശേഷം. അതെന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ തന്നെ ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു. ഡോക്ടർമാർ പറഞ്ഞത് 6 മാസം താൻ കിടപ്പിൽ കിടക്കണം. അതിൻ്റെയൊക്കെ സഹോദരി ഇങ്ങനെ പറയാം, തനിക്ക് എഴുന്നേൽക്കാനോ തൻ്റെ പ്രാഥമിക കർത്തവ്യങ്ങൾ ചെയ്യാനോ ഒന്നും സാധ്യമല്ല. എല്ലാം ബെഡിൽ തന്നെയായിരുന്നു എല്ലാം നടന്നുകൊണ്ടിരുന്നത്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ പറ്റി താൻ കേട്ടു. താൻ വിശ്വാസത്തോടെ നമ്മുടെ എറണാകുളത്തുള്ള എടപ്പള്ളിയിലുള്ള ബ്ലെസ്സിംഗ് സെന്ററിൽ താൻ കടന്നു വന്നു. ആരാധനയിടയ്ക്ക് ബ്രദർ ഇങ്ങനെ വിളിച്ചു. ഈ ഒരു അവസ്ഥയിലാണോ അവിടെ വന്നത്? അതെ, ആ ഒരു അവസ്ഥയിലാണ് വന്നേ. കുറച്ച് എഴുന്നേക്കാവുന്ന പരുവത്തിലാണ് അവിടെ വന്നത്. വരുമ്പോഴും എന്റെ കൈയും കാലൊക്കെ ഇങ്ങനെ നരമ്പൊക്കെ വലിഞ്ഞ് അങ്ങനെയാണ് വന്നത്. ഇങ്ങനെ പതിയെ ഇങ്ങനെ വരാൻ. ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ആരാധനയുടെ ഇടയ്ക്ക് ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കൈകാലുകൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുള്ള ഒരാളെ ഇപ്പോൾ യേശു സൗഖ്യമാക്കുന്നെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ തന്നെ തൻ്റെ ശരീരത്തിൽ ഒരു ശബ്ദം താൻ കേട്ടു എന്നാണ് പറയുന്നത്. തൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തെ എല്ലുകൾ ഇങ്ങനെ ഒരുമിച്ച് ചേരുന്നൊരു ശബ്ദം താൻ കേട്ടു. നടുവിൻ്റെ അതെ, നടുവിലെ എല്ലുകൾ ഒരുമിച്ച് ചേരുന്ന ഒരു അനുഭവം തനിക്കുണ്ടായി. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം താൻ പൂർണ്ണമായും സൗഖ്യമായി. തൻ്റെ കൈകാലുകൾ നിവർന്നു. അതിനുശേഷം താൻ ഡോക്ടർമാരുടെ അടുക്കൽ ചെന്നു. ഒരു മിനിറ്റ്, ആ പ്രാർത്ഥിച്ച സമയത്ത് എന്താണ്ടൊക്കെ ഇവിടെ ബ്രദർ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്കറിയില്ല, ഞാൻ എടപ്പള്ളിയിലെ ബ്ലെസ്സിംഗ് സെന്ററിൽ നിൽക്കുമ്പോഴാണ് സംഭവം. ഫസ്റ്റ് എന്നെ ഒരു മേഡം കൊണ്ടുവരുന്നതാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ എന്തോ നടക്കുമ്പോഴേ എനിക്ക് തിരിഞ്ഞൊക്കെ നോക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു ആത്മസുഖത്തിൽ ഞാനിങ്ങനെ നിൽക്കുന്നു. അപ്പം എന്തോ എൻ്റെ ബാക്ക് സീറ്റിൽ നിന്ന് നരമ്പൊക്കെ വലിച്ച് ബ്രദർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നരമ്പെല്ലാം വലിച്ച് ഇതാവുന്നു, കൈകാലുകൾ നീരുന്നു. എന്നിട്ടും എനിക്ക് അത്രയും വലിയ ഇത് വന്നില്ല. പക്ഷെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ വന്നത് ഇങ്ങനെ കാലിങ്ങനെ ഇങ്ങനെ നിരക്കിയാണ് എന്നെ കാറിൽ കൊണ്ടുവന്നത് അതേപോലെ. പക്ഷെ ഞാൻ തിരിച്ചു പോകുമ്പോൾ കാറിലേക്ക് കാല് നല്ലതുപോലെ പൊക്കിയെടുത്ത് അപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. ഈ ബ്രദർ പറഞ്ഞല്ലോ എന്തൊക്കെയോ ഇവിടെ ഇങ്ങനെ വലിയുന്നോ, എല്ലുകൾ ഇങ്ങനെ വരുന്നോ. ഡോക്ടർ പറഞ്ഞതാണ് ഇവിടെ കഴുത്തിൽ ബെൽറ്റ് ഇടേണ്ടി വരും, നടുവിനും ബെൽറ്റ് ഇടേണ്ടി. നടുവിന് ബെൽറ്റ് വാങ്ങിച്ച് ഇതിടാൻ എനിക്ക് എന്തോ ഒരു പ്രയാസം. ഞാൻ അങ്ങനെ ഇട്ടിട്ട് നടക്കാനുള്ള ഇതില് അത് ഞാൻ വാങ്ങിച്ചില്ല. പക്ഷെ ഈ പ്രയർ കഴിഞ്ഞ് ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കറിയുന്നത് ഇവിടെ തുടങ്ങി എന്നെ എന്താന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം താൻ ഡോക്ടറിന്റെ അടുക്കിലേക്ക് ഇടഞ്ഞു വന്നു. ഡോക്ടർ പറഞ്ഞത്, ഞാൻ 6 മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. 6 മാസം അതുപോലെ തന്നെ ബെഡ് റെസ്റ്റ് പറഞ്ഞിരുന്നു. അതെ, കിടക്കണമെന്ന് പറഞ്ഞു. കഴിഞ്ഞല്ലോ ഫാസ്റ്റ്. അതിനുശേഷം ചോദിച്ചിട്ട് ഈ കൈയൊക്കെ എങ്ങനെയാണ് ഇരുന്നിരുന്നെന്ന് കൈയെല്ലാം നരമ്പ് വലിഞ്ഞിട്ട് ചുരുണ്ട് കൂടിയ പോലെ അവസ്ഥയിൽ അതൊന്ന് കാണിച്ച് ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണായിരുന്നു. കൈ നിർത്താൻ പറ്റൂലായിരുന്നു കൈയൊക്കെ. അതിനുശേഷം ഇതെല്ലാം അവിടെ നിന്ന് പോയപ്പോഴേ ഉണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. കാറിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴാണ് ശ്രദ്ധിച്ചത്. കാല് ഞാൻ അങ്ങോട്ട് വന്നപ്പോഴ് മേഡം കൂടെ പിടിച്ചിട്ടാണ് എന്നെ ഇങ്ങനെ കാല് പൊക്കി കയറ്റിയത്. പക്ഷെ കയറിയപ്പോഴും ഞാൻ കാലെടുത്ത് വെച്ചിട്ടാണ് കയറി. അപ്പോഴാണ് എനിക്ക് ഇത് സംഭവിച്ചത് 3 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ എനിക്ക് കയറി സാക്ഷ്യം പറയാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് ആരോ പറയുന്നു, ഈ സാക്ഷ്യം പറഞ്ഞേ പറ്റൂ. ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടിട്ടില്ല. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പത്തനംതിട്ട മാർച്ച് 24 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. റോയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം, TB റോഡ്, പത്തനംതിട്ട. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെയ്യാറ്റിൻകര മാർച്ച് 25 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ശ്രീരാഗം ഓഡിറ്റോറിയം, കരിനട, വ്ളാങ്ങാമുറി ജംഗ്ഷൻ, പൂവാർ റോഡ്, നെയ്യാറ്റിൻകര. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. എല്ലാ രോഗികൾക്ക് വേണ്ടി ഇന്നിപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പക്ഷേ അതിനു മുൻപ് ഇന്ന് വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ ആണ്. ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ലോകം മാറ്റിവെച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പരിചയത്തിലുള്ള ചില കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് അവർക്ക് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും, കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇത്തരത്തിൽ കർത്താവെ ഡൗൺ സിൻഡ്രോമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിൻ്റെ പ്രവൃത്തി ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാകട്ടെ കർത്താവെ. അവരെ നോക്കുന്ന മാതാപിതാക്കൾക്ക് പ്രത്യേകമായ ക്ഷമ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായ കൃപ കൊടുക്കണമേ കർത്താവെ. അവരെ കരുതുവാനുള്ള മനസ്സ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ കൊണ്ട് നടക്കുവാനുള്ള പ്രത്യേകമായ ജ്ഞാനവും വിവേകവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ കെയർ ചെയ്യുന്ന സ്കൂളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറ്റ് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ ഒക്കെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. അതിൽ പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു
പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ചില പുതിയ മെത്തേഡുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കർത്താവെ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന്, ഞങ്ങളുടെ രാജ്യത്തിൽ നിന്ന് പരിപൂർണമായി മാറിപ്പോകത്തക്ക വിധത്തിൽ അടുത്ത തലമുറകളിലേക്ക് സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് മറ്റ് രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ സൗഖ്യമാക്കുന്ന കൈകൾ ഈ സമയത്ത് നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഈ സമയത്ത് സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിയാലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. യൂറിനറി ഇൻഫെക്ഷനുകൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്തത്തിനകത്തുള്ള ചില പ്രശ്നങ്ങൾ, ചില രക്തത്തിനകത്തുള്ള ചില ക്യാൻസറുകൾ ഈ സമയത്ത് സൗഖ്യമാവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ബ്ലഡ് സർക്കുലേഷൻ ശരിയായ വിധത്തിലാകാത്ത ചില രോഗികൾ ഈ സമയത്ത്, അത്തരത്തിലുള്ള രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവ്. പലതരത്തിലുള്ള വാദങ്ങൾ, ആമവാദം തുടങ്ങി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് തുടങ്ങി പലതരത്തിലുള്ള ആർത്രൈറ്റിസ് ഈ സമയത്ത് സൗഖ്യമാവുകയാണ് കർത്താവെ. അത്ഭുതകരമായ സൗഖ്യം ശരീരങ്ങളുണ്ടാകട്ടെ. ഇപ്പോൾ വിളിച്ചു പറഞ്ഞതും പറയാത്തതുമായ എല്ലാ രോഗികളും ഈ സമയത്ത് രോഗങ്ങളും സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ്. ഇപ്പോൾ വിദ്യാർത്ഥികൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. അവരുടെ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുവാനും പരീക്ഷയിൽ കർത്താവെ ശരിയായ വിധത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുവാനും അതിനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. നല്ല മാർക്കോടെ പാസ്സാകുവാൻ വിശ്വസിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ആഴ്ചയിലെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വെള്ളിയാഴ്ച ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ടയിലാണ്, ശനിയാഴ്ച നെയ്യാറ്റിൻകരയിലാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകമായി ആ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ നേരിട്ട് കാണാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. എത്ര കീറാമുട്ടി പ്രശ്നമാണെങ്കിലും, എത്ര വലിയ രോഗമാണെങ്കിലും ദയവായി ആ മീറ്റിങ്ങിലേക്ക് വരിക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയവുമായിട്ട് വരിക. ഞങ്ങളെ വന്ന് നേരിട്ട് കാണുക. നിങ്ങളുടെ തലയിൽ കൈവച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദയവായി ഞങ്ങളുടെ അടുക്കിലേക്ക് വരിക. കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളത്തെ എപ്പിസോഡ് കാണാനായിട്ട് മറക്കരുത്. അതുവരെയും കർത്താവിൻ്റെ ദയയ്ക്കുള്ളിൽ, കൃപയ്ക്കുള്ളിൽ കർത്താവ് നിങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ.